ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിഷ്ണുമായ ക്ഷേത്രത്തിലൊന്നായ തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്താണ്. കേരളത്തിൽ ഒരുപാട് വിഷ്ണുമായ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. 400 വർഷത്തെ പഴക്കം, അതുകൂടാതെ മൂലസേവക്കാരനായ വേലുമുത്തപ്പൻ സേവ ചെയ്ത് കുടിയിരുത്തിയിരിക്കുന്നത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്താണ്. ആ മൂലസേവക്കാരന്റെ സമാധി സ്ഥലം ഇവിടെയാണ്. ഇതെല്ലാമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. പ്രത്യേകിച്ചും വിഷ്ണുമായ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ആകെ ഈ ദേവസ്ഥാനത്ത് മാത്രമേ കൊടിമരവും ആറാട്ടും നടക്കുന്നുള്ളൂ. ക്ഷേത്രത്തിന്റെ ഉൾവശത്തായിട്ട് വിഷ്ണുമായുടെ ഐതിഹ്യം ചുമരിൽ ശില്പങ്ങളായിട്ട് കൊത്തിവച്ചിട്ടുണ്ട്. ആ ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്: ശിവഭഗവാനും കൂലിവാകയായി മാറിയ പാർവതി ദേവിക്കും ജനിച്ച ദിവ്യപുത്രനാണ് വിഷ്ണുമായ സ്വാമി. അങ്ങനെ പറയുമ്പോൾ കൂലിവാകയാരാണെന്ന് അറിയണ്ടേ? ഒരിക്കൽ ശിവഭഗവാൻ നായാട്ടിനായി വനത്തിലിറങ്ങിയപ്പോൾ ഗന്ധർവ കിന്നര സാന്നിധ്യമുള്ള ഗാനം കേൾക്കാനിടയാകുകയും ആ ഗാനത്തിന്റെ ഉറവിടം ഒരു വേടത്തരുണിയായ കൂലിവാക എന്ന സുന്ദരിയുടേതാണെന്നും മനസ്സിലാക്കി അവിടെ എത്തുകയും കൂലിവാകയോട് ഇഷ്ടം തോന്നിയത്രേ. അങ്ങനെ ശിവഭഗവാൻ തനിക്കുണ്ടായ ഇഷ്ടം കൂലിവാകയെ അറിയിച്ചിട്ട് താൻ തിരികെ വരുന്ന സമയം അറിയിച്ചിട്ട് നായാട്ടിന് പോയി. ഇത് കേട്ട് വിഷമത്തിലായ പാർവതി ഭക്തയായ കൂലിവാക സ്തുതിച്ച് പാർവതി ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി തന്റെ വിഷമം അറിയിച്ചു. കൈലാസത്തിലെ പരിചാരണിയായിരുന്നു കൂലിവാക. ആ സമയത്ത് പാർവതി പുത്രനായിട്ടുള്ള ഉണ്ണി ഗണപതിയെ മുലയൂട്ടുകയുണ്ടായി കൂലിവാക. ഇതു കണ്ട് കോപിതയായ ശ്രീ പാർവതി ദേവി കൂലിവാകയെ ശപിച്ചുവത്രേ. അതിൻ പ്രകാരമാണ് കൂലിവാക ചണ്ടാല കുലത്തിൽ പിറന്നുവെന്നത് ദേവി അറിയിച്ചു. കന്യകാത്വം നഷ്ടപ്പെടുന്നതിന് മുമ്പായിട്ട് ശിവഭഗവാന്റെ പുത്രനെ മുലയൂട്ടുകയാണെങ്കിൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് അരുൾ ചെയ്ത ദേവി ഇപ്രകാരം വന്നു ഭവിച്ചത് വിധി നിർണയം കൊണ്ട് മാത്രമാണെന്നും താൻ വേടത്തരുണിയുടെ വേഷം ധരിച്ച് പരമേശ്വരനെ സ്വീകരിച്ചു കൊള്ളാമെന്നും പറഞ്ഞാശ്വസിപ്പിച്ച് കൂലിവാകയെ യാത്രയാക്കി എന്നുമാണ് പറയുന്നത്. മായ കൂലിവാകയായിട്ടുള്ള പാർവതി ദേവിക്ക് പരമേശ്വരനിൽ ജനിച്ച ശിശുവിൻ നല്ലൊരു പോത്തുംകുട്ടിയെ കാവലാക്കിയിട്ട് കൈലാസത്തിലെത്തിയ മഹാദേവൻ ആ കുട്ടിയെ അനുഗ്രഹിച്ചിട്ട് കൂലിവാകയെ ഏൽപ്പിക്കാൻ പാർവതി ദേവിയോട് പറഞ്ഞു. വീഡിയോയ്ക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ ബാക്കി കാണാം.